കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് മരിച്ച സോന തന്നെ എന്നാണ് സ്ഥിരീകരണം. ഈ ഭർത്താവിന് ഈ സംഭവത്തിൽ പങ്കില്ല എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു സ്ത്രീ പെട്രോൾ വാങ്ങി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് വന്നിരുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, എന്താണ് സംഭവിച്ചത്? എന്താണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഈ കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച അന്ന് തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും കാറിൻ്റെ ഈ പെട്രോൾ ടാങ്കിൽ യാതൊരു വിധത്തിലുള്ള ചോർച്ച കണ്ടെത്തിയിരുന്നില്ല, അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും. ഒപ്പം ഇലക്ട്രിക് ഭാഗങ്ങളിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു പരിശോധനാ ഫലം വന്നത്. ഒപ്പം എഞ്ചിൻ ഭാഗത്ത് പ്രത്യേകിച്ച് പരിക്കുകളോ അല്ലെങ്കിൽ തീപിടുത്തമോ അല്ലെങ്കിൽ റേഡിയേറ്റർ പൊട്ടിത്തെറിച്ചുള്ള അപകടമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതായത് സാധാരണഗതിയിൽ ഒരു കാറിന് ഓട്ടത്തിനിടയിൽ സംഭവിക്കാവുന്ന ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ആ കാറിനുള്ളതായി തോന്നിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ മരിച്ച സോനയുടെ ഭർത്താവിലേക്ക് ആദ്യം സംശയമുന നീങ്ങിയത്. കുടുംബം തന്നെ സോനയുടെ ബന്ധുക്കൾ അടക്കം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ നടത്തി. പിന്നീടാണ് അന്നത്തെ ദിവസം ഈ സോന പോയ ഇടങ്ങൾ, അന്ന് ചെയ്ത കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയത്. ആ ഘട്ടത്തിലാണ് സോനയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ന് സോന രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഈ ഷോപ്പിങ്ങിനായി സഹോദരിയുടെ മകൾക്കൊപ്പം അവർ പോവുകയും പല കടകളിൽ കയറി ഷോപ്പിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പെട്രോൾ പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങി സോന മടങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടത്. ആദ്യം ആ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും പിന്നീട് സോനയുടെ അടക്കം ബന്ധുക്കളെ എത്തിച്ച് ഈ ദൃശ്യങ്ങൾ കാണിച്ച് അത് സോന തന്നെ ആയിരുന്നു എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് 7:30-ക്ക് ശേഷം ഈ ഭർത്താവുമൊത്ത് കാറിൽ പോയത്. അപ്പോഴാണ് ഈ അപകടം നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം ഈ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലും കാറിനുള്ളിൽ ഈ പെട്രോളിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്തി. സംഭവം ഏതായാലും